കോഴിക്കോട് ചെറുവണ്ണൂരില് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച കേസിലെ അതിൽ ദുരൂഹതയേറുന്നു. തീപിടിച്ച ആ കാറിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതാണ് സംശയമുണ്ടാവാനുള്ള കാരണം. പിന്നീടുള്ള അന്വേഷണത്തിൽ ഈ മരിച്ച സോന തന്നെയാണ് പെട്രോൾ വാങ്ങിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാറിന് തീപിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ തീപിടുത്തത്തിനുള്ള കാരണം അത് പെട്രോൾ എന്നാണ്. കാറിനുള്ളിൽ തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിനകത്ത് ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, അതായത് സോന എന്ന് പറഞ്ഞ പെൺകുട്ടി തന്നെയാണ് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ മേടിച്ചുകൊണ്ട് പോയി എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതേ രൂപസാദൃശ്യത്തിലുള്ള ഒരു CCTV വിഷ്വൽസ് ഇപ്പൊ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ CCTV വിഷ്വൽസിനകത്ത് വ്യക്തമായിട്ട് വെക്കാം. നിങ്ങൾ ഈ ന്യൂസ് കാണുന്നതിനും എന്റെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ഐഡിയയിലേക്ക് വരാനായിട്ട് രണ്ട് കാര്യം ഞാൻ പറയാം. ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് 6 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ 6 മാസം നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് വയറ് കാണുമായിരിക്കുമല്ലോ. കൃത്യമായിട്ട് നിങ്ങൾ ആ CCTV വിഷ്വൽസിനകത്ത് നോക്കണം. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടി കാറിന്റെ സീറ്റിന്റെ ബാക്കിലായിരുന്നു ഇരുന്നത്. അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കിടക്കുന്ന അവസ്ഥയിലും കിടക്കുന്ന നിലയിലായിരുന്നു എന്നായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ആദ്യം പുറത്തു വന്നിട്ടുള്ള കാര്യം. ആ ഓടിക്കൂടിയ ആളുകൾ എങ്ങനെയായിരുന്നു, അവിടെ വലിയൊരു പൊട്ടിത്തെറിയുടെ സൗണ്ട് കേട്ടതിന്റെ ഭാഗമായിട്ടാണ് ഓടിയെത്തുന്നത്. ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓടിച്ചിരുന്ന വ്യക്തി 65% പൊള്ളലേറ്റ് പോയിട്ടുണ്ട്. ഇതെല്ലാം പ്രാഥമികമായിട്ട് വന്നൊരു കാര്യം. ബാക്കിലിരുന്ന സ്ത്രീ, അതായത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഫ്രണ്ട് സീറ്റിലായിരിക്കും. കാരണം ഈ ഫ്രണ്ട് സീറ്റിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത്രയും വ്യക്തമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആ സ്ത്രീ ബാക്കിലിരുന്നു? പെട്രോൾ മേടിച്ചത് ഇനി ആ സ്ത്രീ ആയിക്കോട്ടെ, എന്തിന് ആ സ്ത്രീ പെട്രോൾ മേടിക്കാൻ ഇടയുണ്ടായി? ആ ഗർഭിണിയായിട്ടൊരു സ്ത്രീ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ മേടിച്ചിട്ട് വരുന്നു, ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതെങ്ങനെ? അതോ ഇനിയും ഭർത്താവായിരുന്ന ഒരു വ്യക്തി തന്നെ ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ട് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ബാക്കിൽ വെപ്പിച്ചതാണോ? വ്യക്തമായ കാര്യങ്ങൾ അറിയണം. ഇതറിയാതെ ഇതിനകത്തൊന്നും ഒന്നും മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല. ഞാൻ എന്തായാലും ആ CCTV വിഷ്വൽ ഇതിനകത്ത് വ്യക്തമായിട്ട് വെക്കാം. നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ആദ്യം ആ ന്യൂസ് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. കോഴിക്കോട് ചെറുവണ്ണൂരില് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച കേസിലെ അതിൽ ദുരൂഹതയേറുന്നു. തീപിടിച്ച ആ കാറിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതാണ് സംശയമുണ്ടാവാനുള്ള കാരണം. പിന്നീടുള്ള അന്വേഷണത്തിൽ ഈ മരിച്ച സോന തന്നെയാണ് പെട്രോൾ വാങ്ങിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പെട്രോളുമായി യുവതി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, ഗുഡ് മോർണിംഗ്. സിനോജ് തോമസ്, എന്താണ് സംഭവിക്കുന്നത്? ഇതേ സാഹചര്യത്തിൽ തന്നെ ആ മരിച്ച ദിവസം രാവിലെ ഈ ഭർത്താവും ഭാര്യയുമായിട്ട് അവിടെ വഴക്കായിരുന്നു. അവർ തമ്മിൽ വഴക്കായിരുന്നു. ഇവരാദ്യം പ്രണയിച്ചിരുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പെടുന്നത് കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും സ്പ്ലിറ്റപ്പായി പോവുകയും അതിനുശേഷം ഒരു കല്യാണം കഴിക്കുകയും വീണ്ടുമാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്ന് എത്തിയത്. ഇതെല്ലാം സംശയം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെ. കാണുന്ന ഒരു വ്യക്തിക്കും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്കും മനസ്സിലാവുന്നില്ല. നേരത്തെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഭർത്താവിൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് പോയത് സോന തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അവർ ഒരു ആത്മഹത്യക്ക് തയ്യാറെടുക്കുകയായിരുന്നോ? അങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അതല്ല ഭർത്താവിനെ ഈ സോനയെ കൊണ്ട് വാങ്ങിപ്പിക്കുകയായിരുന്നോ? എന്തായാലും അതൊരു ആകസ്മികമായ അപകടമല്ല എന്നാണോ പോലീസ് കരുതുന്നത്? ഇതിപ്പോ ഇതിന്റെ കേസ് എങ്ങനെയാണ് വഴിതിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ. ഇനി ആ പെൺകുട്ടി തന്നെ പോയി പെട്രോൾ മേടിച്ചോണ്ട് വന്ന് ആത്മഹത്യ ചെയ്തു ഭർത്താവുമായിട്ട് കാറിലിരിക്കുന്ന സമയത്ത്, അതായത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് മരിക്കാനായിട്ടുള്ള രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു രീതി ആയിരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ബാക്കിലിരിക്കാൻ ചിലപ്പോൾ പെട്രോള് ഭർത്താവ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നൊരു രീതി നമുക്കൊരു ഓപ്ഷനായിട്ട് ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല എന്നല്ല. പക്ഷേ ഈ പെൺകുട്ടി പെട്രോൾ മേടിക്കാനായിട്ട്, ഈ ഗർഭിണിയായിരുന്ന പെൺകുട്ടി പെട്രോൾ മേടിക്കാനായിട്ട് പോയത് ഈ ആൾ അറിഞ്ഞു കാണത്തില്ലേ? ഈ ആളുടെ അറിവോ സമ്മതവും ഇല്ലാതാണോ ആ പെണ്ണ് പോയത്? എന്തായാലും ആ CCTV വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഗർഭിണിയായ യുവതി നടന്നു പോകുന്നതാണോ, അതൊരു ഗർഭിണിയായിട്ടുള്ള യുവതി തന്നെ ആണോ അത്, അതോ ഈ സോന എന്ന് പറയുന്ന ആള് കൺഫേം ആണോ എന്നുള്ളത് അവരുടെ കുടുംബക്കാർ തന്നെ ഈ CCTV വിഷ്വൽസിനുള്ള വ്യക്തമായ മറുപടി തരണം. കാറിന് തീപിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ തീപിടുത്തത്തിനുള്ള കാരണം അത് പെട്രോൾ എന്നാണ് പോലീസ് പറയുന്നത്. പെട്രോൾ എങ്ങനെ കാറിൽ എത്തി എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ആദ്യം ഒരു അപകടം, സാധാരണ നിലയിലുള്ള ഒരു അപകടമാണെന്നാണ് ആദ്യത്തെ പ്രാഥമികമായിട്ട് ലഭിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം മാറി ഈ കാറിൽ തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹത നിലനിൽക്കുന്നു. കാരണം കാറിന്റെ മുൻവശത്ത് നിന്നോ പിൻവശത്തു
പുറത്തൊന്നുമല്ല തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കാറിൻ്റെ ഉൾവശത്ത് നിന്നാണ്. മറ്റ് ഈ ടാങ്കിന് ലീക്കോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പും കൂടാതെ ഫോറൻസിക്കും ഉൾപ്പെടെ പുറത്തു വന്ന പരിശോധനാ ഫലത്തിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ ഇതിൽ വേറെ നിർണായകമായിരിക്കുന്ന ഒരു CCTV ദൃശ്യം ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നടുവണ്ണൂരിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഈ യുവതി മരണപ്പെട്ട സോന പെട്രോൾ ഒരു കന്നാസിൽ നിന്ന് വാങ്ങിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇതിലേക്കുള്ള ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പെട്രോൾ വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കൂടാതെ തന്നെ ഈ കാറിന്റെ ഉൾവശം എങ്ങനെ ഈ പെട്രോൾ എത്തിച്ചു, അതിനുശേഷം എന്താണ് സംഭവിച്ചത്. ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞുതരാം. ഇത്രയും പെട്രോൾ മേടിക്കാനായിട്ട് പോകുന്ന ഒരു വ്യക്തി, ചിലപ്പോൾ ഈ പെൺകുട്ടി വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളാണ്, പെട്രോൾ പമ്പിൽ പോയി വണ്ടി ഓടിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കന്നാസിൽ മാത്രമേ പെട്രോൾ കൊടുക്കത്തുള്ളൂ എന്ന് ആ പെൺകുട്ടിക്ക് എങ്ങനെ അറിയായിരിക്കും? മേ ബി വണ്ടി ഓടിക്കുന്ന ഒരാളും പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ മേടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഉണ്ട് അത് അറിയാനായിട്ട്. അത് തീർച്ചയായിട്ടും അറിയേണ്ട ഒരു, അന്വേഷിക്കുമ്പോഴത്തേക്കിന് ആ ഒരു സാധനം കൂടെ അറിയേണ്ട ഒരു കാര്യം. വണ്ടി ഓടിക്കാത്ത ആൾക്കാർക്കും സാധാരണപ്പെട്ട സ്ത്രീകൾക്കും പെട്രോൾ പമ്പിൽ ഇപ്പം കുപ്പിയിൽ പെട്രോൾ കൊടുക്കത്തില്ല, ഇത്ര തിക്നെസ് ഉള്ള കന്നാസിനകത്ത് മാത്രമേ പെട്രോൾ പമ്പ് കൊടുക്കത്തുള്ളൂ എന്നൊരു അറിവ്, ആ ഒരു അറിവ് എങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും? അതും അറിയേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരാൾ പറഞ്ഞു വിട്ട് ഇതുപോലെ പെട്രോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കറിയായിരിക്കും കന്നാസിൽ കൊണ്ടുപോയാലേ പെട്രോൾ കിട്ടൂ, ഇത്ര മിനിമം ഇത്ര പെട്രോളെങ്കിലും വേണം ഒരാവശ്യത്തിന്. ഇത് പൊട്ടിത്തെറിച്ച് ഈ സ്ത്രീ സീറ്റ് ബെൽറ്റിൽ ഇരുന്നു മരിച്ചു. അതായത് പൊട്ടിത്തെറിക്കുന്ന സൗണ്ടാണ് കേട്ടത്, ബ്ലാസ്റ്റ് സൗണ്ടാണ് കേട്ടത്. ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് സൗണ്ട് വരത്തില്ല, ബം ഒരാന്തലായിരിക്കും. അത് കുറച്ച് കരിയിലൊക്കെ നിങ്ങൾ നല്ലോണം കൂട്ടി കുറച്ച് പെട്രോൾ ഇട്ടൊന്ന് കത്തിച്ചു നോക്കി, ദുമ്പൊന്നൊരു ആന്തല. ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോറൻസിക് പരിശോധനയുടെ ഫലങ്ങൾ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിലവിൽ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം ഈ കാറിനകത്ത് ഈ പെട്രോൾ ഉള്ളതാണ് ഇത്രയും വലിയൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ്. കൂടാതെ തന്നെ ഇതിൽ ഈ കുടുംബം ആരോപിക്കുന്നത് ഈ യുവാവ് മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ സോന ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വടകരയിൽ എത്തി ഒരു ആത്മഹത്യ ഉൾപ്പെടെ ചെയ്യാനുള്ളൊരു ശ്രമമുണ്ടായി. അപ്പോൾ പോലീസാണ് അവിടെ തടഞ്ഞു നിർത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതൊരു ദുരൂഹത നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഉൾപ്പെടെ കുടുംബം ആരോപിക്കുകയാണ്. നിലവിൽ റിജിലാൽ, സോനയുടെ ഭർത്താവായിട്ട് റിജിലാൽ 60% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ മൊഴി കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൽ പെട്രോൾ ഉണ്ടായിരുന്നു, വാറിന്റെ ഉൾവശത്ത് പെട്രോൾ എത്തിച്ചിരുന്നു. ഇതാണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ കാറിനുള്ളിൽ പെട്രോൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെ. ഇനി കാറിനുള്ളിലേക്ക് പെട്രോൾ എത്താൻ ഇടയുണ്ടായ സാഹചര്യം വ്യക്തമായി കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത് ഇവർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇവർ ഓൾറെഡി മരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളത്. പോസിബിലിറ്റി ഉണ്ട്, ടെൻഡൻസി ഉണ്ട്. മേ ബി ആ പെൺകുട്ടിക്ക് ഇവനെയും കൂടെ ചേർത്തങ്ങ് തീർക്കാം എന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് കാണിക്കാൻ ഉദ്ദേശിച്ചെങ്കിലോ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തി ഇന്ന ആളെ പറഞ്ഞു വിട്ട് മേടിപ്പിക്കുന്നു, കൊണ്ടുവരുത്തുന്നു, ബാക്കി വെക്കുന്നു, കയറ്റുന്നു. അതിനുശേഷം സംഭവിക്കാനുള്ളത് വ്യക്തമായിട്ട് സംഭവിക്കുന്നു. എന്നാൽ ഈ ബ്ലാസ്റ്റിനകത്ത് മേ ബി ഈ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തിക്ക് മനസ്സിലായി കാണത്തില്ല ഈ സാധനം ഇതിനകത്ത് ഇത്രയും വലിയൊരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും എക്സ്പോസ്ഡ് ആവും എന്നുള്ളൊരു കാര്യം. 65% പൊള്ളലേറ്റിട്ടുണ്ട് ഹസ്ബൻഡ് പറയുന്നൊരു കാര്യമുണ്ട്, വണ്ടിക്കകത്ത് പെട്രോളിന്റെ മണം അടിച്ചപ്പോഴത്തേക്കിന് പെട്രോളിന്റെ മണം എന്തുവാന്ന് തിരിഞ്ഞ് നോക്കിയ സമയത്ത് ഇത് നടന്നു എന്നൊരു കാര്യം മനസ്സിലാവുന്നില്ല. ബാക്കി എന്താണെന്നുള്ളത് കണ്ടറിയാം. എന്നാൽ ഈ CCTV വിഷ്വൽസ് കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത്, അതൊരു 6 മാസം ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ നടക്കുന്നതോ അവരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡോ കാര്യങ്ങളോ മേ ബി ഇനി വയറില്ലാതെ വരായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല.